ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിന്റെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആൻഡ് ദെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ബേസിക്കലി സെക്കൻഡ് മോഡ്യൂളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിൽ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്സ് ആണ്. എന്താണ് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an experiment whose outcome cannot be predicted is called random experiment. ഇത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന കാര്യമാണ്. അതായത് ഒരു ഔട്ട്പുട്ട് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരം എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഇന്നതാണ് നമുക്ക് സ്പെസിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, സ്റ്റേൺ ആയിട്ട് അല്ലെങ്കിൽ കമ്പൾസറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സോ ദ സെറ്റ് ഓഫ് ആൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഈ ഔട്ട്കമിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന എല്ലാ വാല്യൂസും, എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് വാല്യൂസ് എല്ലാം കിട്ടുന്നുണ്ടോ അതിനെല്ലാം നമ്മൾ സെറ്റിനകത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ്. ആ സെറ്റിന് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഇതൊക്കെ സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം തന്നെയാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കാര്യം, എ സാമ്പിൾ സ്പേസ് ഈസ് കണ്ടിന്യൂസ്. ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എപ്പോ, ഇഫ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് സാമ്പിൾസ് ഇൻ ദ ഇന്റർവെൽ a, b. ഓക്കെ, അതായത് ഇപ്പോൾ a, b ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് പറയുകയാണ്. a, b 2, 3. അതായത് 2നും 3നും ഇടയിലുള്ള, 2 എന്ന് പറയുന്ന ടൈമിനും 3 എന്ന് പറയുന്ന ടൈമിനും ഇടയിലുള്ള ഏതെല്ലാം ചെറിയ ചെറിയ ടൈം ഇന്റർവെൽസ് ഉണ്ടോ, ഇപ്പൊ 2.01, 2.002, 2.003 അല്ലെങ്കിൽ അത്രയും ചെറിയ ചെറിയ ടൈം ഇന്റർവെൽ 2.5, 2.6, 2.7, 2.85 അങ്ങനെയുള്ള ചെറിയ ടൈം ഇന്റർവെല്ലിൽ കൂടെ നമുക്ക് ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റിനെയാണ് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ മൈന്യൂട്ട് ഇന്റർവെൽ ഓഫ് പോയിന്റിലും നമുക്കൊരു ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ, അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അവിടെ, 1 എന്ന് പറയുന്ന ടൈമിൽ ചെയ്യുന്നു, അടുത്തെന്താ 2 എന്ന് പറയുന്ന ടൈമിലാണ് ചെയ്യുന്നത്, പിന്നെന്താണ് 3 എന്ന് പറയുന്ന ടൈമിലാണ്. 1, 2, 3, 4 അങ്ങനെയുള്ള പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമായിരിക്കും നമുക്ക് ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുക. മറിച്ച് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്താണ്, ഇതിനിടയിൽ വരുന്ന എല്ലാ പോയിന്റ് വാല്യൂസും വളരെ ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് ഡെസിമൽസിൽ വരുന്ന വാല്യൂസും കൂടെ എവിടെ ഇൻക്ലൂഡ് ചെയ്യും, കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റും ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഇന്റർവെലിനകത്തുള്ള ഏതൊരു ചെറിയ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റ്സ് ആണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ്സ്. ഇനി നമുക്ക് വേണ്ടത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ പഠിച്ചതുപോലെയുള്ള സെയിം വേരിയബിൾസ് നമുക്ക് ഇവിടെയും വേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ അവിടെ പഠിച്ചത് വേരിയബിൾസ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഒന്ന് മീൻ, മറ്റൊന്ന് വേരിയൻസ്. ഓക്കെ, അത് എന്താണ് മീൻ, എന്താണ് വേരിയൻസ്? മീൻ നമ്മൾ അവിടെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ദെൻ നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ എങ്ങനെയായിരുന്നു, സിഗ്മ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് എടുക്കുന്നു, അതിന്റെ എന്തെടുക്കുന്നു, സിഗ്മ മീൻസ് എന്താണ്, ആഡ് ചെയ്യുന്നു, ടോട്ടൽ സം എടുക്കുന്നു. ഓക്കെ, സോ അതാണ് അവിടെ ഉണ്ടായിരുന്നത്. എവിടെ ഉണ്ടായിരുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ ഉണ്ടായിരുന്നത്. മറിച്ച് ഇവിടെ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് വരുന്നത്, ഇന്റഗ്രൽ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? നോ, ഇതേപോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ ഇതിനെ പറയുന്നതാണ് സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അവിടെ എങ്ങനെയായിരുന്നു, സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. ഇവിടെ വരുമ്പോൾ അത് സിഗ്മ മാറി എന്തായി മാറും, ഇന്റഗ്രൽ ആയി മാറും. ഓക്കെ, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. വേരിയൻസ് സെയിം തന്നെയാണ് അവിടെ യൂസ് ചെയ്ത ഫോർമുല, സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പുതിയൊരു ടേം നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, വേരിയൻസ് മാത്രമാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കിവിടെ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ സിഗ്മ എന്ന് പറയുന്നത് വേരിയൻസിന്റെ റൂട്ടാണ്. വേരിയൻസ് എന്താണോ കിട്ടിയത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത്
എല്ലാ പ്രോബബിലിറ്റി വാല്യൂസിന്റെയും സമ്മേഷൻ എടുക്കുന്ന സമയത്ത് ഓവറോൾ പ്രോബബിലിറ്റി വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ എവിടെ ചെയ്തു? ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിൽ ചെയ്ത സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്തത്? എല്ലാത്തിന്റെയും സമ്മേഷൻ എടുത്തു. ജസ്റ്റ് എല്ലാ പ്രോബബിലിറ്റി വാല്യൂസിന്റെയും സം എടുക്കുന്ന സമയത്ത് സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. സെയിം കാര്യം തന്നെ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോൾ അവിടെ എന്തായി മാറും? സിഗ്മ മാറി അവിടെ എന്തായി മാറുന്നുണ്ട്? ഇന്റഗ്രൽ ആയി മാറുന്നുണ്ട്. സോ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുലാസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ്, ബേസിക് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ്, k into e raised to minus a square x, where x greater than or equal to 0 is a probability density function of a random variable x ആണെന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് k and e of x. k കണ്ടുപിടിക്കണം, ആൾസോ എന്തും കണ്ടുപിടിക്കണം, e of x കണ്ടുപിടിക്കണം. സോ k കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? k കാണുന്നത്. സോ k അതായത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് കെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? സോ കെ എന്താണ്? കോൺസ്റ്റന്റ് വെളിയിലെടുക്കാം. നൗ ബാക്കി എന്താ ഉള്ളത്? ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഡി എക്സ്, എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്നാ പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0യോ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ മാത്രമേ വരികയുള്ളൂ. അതായത് നെഗറ്റീവ് വാല്യൂ വരില്ല. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ഏത് തൊട്ട് ഏത് വരെയായിരിക്കും? 0 to ഇൻഫിനിറ്റി. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ എവിടെ വരെ പോകാം? മാക്സിമം വാല്യൂ വരെ പോകാം. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. സോ കെ ഇൻറ്റു ഇതിനെ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ്, അത് അതുപോലെ വരും, ഡിവൈഡഡ് ബൈ മൈനസ് എ സ്ക്വയർ, ദെൻ ലിമിറ്റ് എന്താ? 0 to ഇൻഫിനിറ്റി ഈക്വൽ ടു എന്താണ്? 1 അല്ലേ? നൗ പിന്നെന്താ ചെയ്യേണ്ടത്? മൈനസ് കെ ബൈ എ സ്ക്വയർ, ആ മൈനസ് കൂടെ വെളിയിലെടുത്തു. ബാക്കി വരുന്നത് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് ആർക്കാ കൊടുക്കുന്നത്? എക്സിനാണ് കൊടുക്കുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. കാരണം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, എക്സിനാണ് ഞാൻ ഇൻഫിനിറ്റി കൊടുത്തത്, അതിന്റെ വാല്യൂ എന്താണ്? 0. ഇ റൈസ് ടു 0യുടെ വാല്യൂ എന്താണ്? 1. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് എന്ത് വരുന്നു? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് എന്താ? എക്സ് 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 കൊടുക്കുക. സോ ഇ റൈസ് ടു 0. സോ ഇതിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? 1. സോ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത് മൈനസ് കെ ബൈ എ സ്ക്വയർ ഇൻറ്റു 0 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. സോ എന്തായി മാറും? പ്ലസ് ആയി മാറും. സോ കെ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ കെ ഈക്വൽ ടു എങ്ങനെ എനിക്ക് കിട്ടും? എ സ്ക്വയർ എന്ന് കിട്ടും. സോ കെയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സിന്റെ സ്ഥാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. നൗ ഇനി എന്താ വേണ്ടത്? മീൻ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഫൈൻഡ് കെ, അത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താ പറയുന്നത്? മീൻ എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് എക്സ്. സോ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറയുന്നിടത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇ ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇ ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ്, എ സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിനകത്ത് എ സ്ക്വയർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുക്കാം. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ്. എന്ത് ചെയ്യുക? ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ. ഇവിടെ ഈ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ചേഞ്ച് ചെയ്യുന്ന ലിമിറ്റ് ഏതുകൊണ്ട് തന്നെയാണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നെയാണ്. സോ ലിമിറ്റ് എങ്ങനെ വരും? 0 to ഇൻഫിനിറ്റി. ദെൻ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ എടുക്കുന്ന സമയത്ത് എ സ്ക്വയർ കോൺസ്റ്റന്റ്. ദെൻ എങ്ങനെയാണ് പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു
ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എ സ്ക്വയർ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1. ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇ റൈസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ബൈ എ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ ആൾറെഡി ഒരു മൈനസ് എ സ്ക്വയർ ഉണ്ട്, വീണ്ടും ഒരു മൈനസ് എ സ്ക്വയർ വരും. സോ എ റൈസ് ടു 4. ലിമിറ്റ് എന്താ? 0 ടു ഇൻഫിനിറ്റി. സോ ഇവിടെയും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ ആദ്യത്തെ ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. എന്താണ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? അതെന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ എ സ്ക്വയർ ഇൻറ്റു ആദ്യം വരുന്ന ടൈം എന്തായിരിക്കും? 0. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 അല്ലേ? അപ്പൊ ഈ ടേം 0 ആയി പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അതും എന്താവും? 0 ആവും. സോ അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ്ലി 0 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കുന്നത്. സോ എക്സ് ഇൻറ്റു എന്നാണ് വന്നിരിക്കുന്നത്. സോ 0 ഇൻറ്റു എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ 0 ഇൻറ്റു സംതിങ് എന്ന് പറയുന്നത് എന്തായി മാറി? അതും 0 തന്നെയായി മാറും. മൈനസ് ദെൻ ഇവിടെ എന്താ വരുന്നത്? എക്സിന് 0 കൊടുത്തു. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 വാല്യൂ എന്താണ്? 1. ഏത് നമ്പർ റൈസ് ടു 0 വാല്യൂ എത്രയാണ്? 1 ആണ്. സോ 1 ബൈ എ റൈസ് ടു 4. ദെൻ ബാലൻസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ എന്തായി മാറും? പ്ലസ് ആയി മാറും. സോ എ സ്ക്വയർ ഇൻറ്റു 1 ബൈ എ റൈസ് ടു 4. ആൻസർ എന്ത് കിട്ടും? 1 ബൈ എ സ്ക്വയർ. സോ ഇതാണ് എന്ത്? ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സിന് പറയുന്ന പേരാണ് മീൻ. 1 ബൈ എ സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ആൾസോ എന്തും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടായിരുന്നു? ഇ ഓഫ് എക്സ്. സോ കെയുടെ വാല്യൂ എനിക്ക് കിട്ടിയത് എന്താണ്? എ സ്ക്വയർ എന്നാണ്. ഇ ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടിയത് 1 ബൈ എ സ്ക്വയർ എന്നാണ്. ഓക്കെ, ബേസിക്കലി ഫോർമുലയുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, വേറെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നോ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ഈസ് എ പി ഡി എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പി ഡി എഫ് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഫൈൻഡ് ഇ ഓഫ് എക്സ് ആൻഡ് വേരിയൻസ്. ഇ ഓഫ് എക്സ് കാണണം, ആൾസോ എന്ത് കാണണം? വേരിയൻസ് കാണണം. ആദ്യം നമുക്ക് ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. സോ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇ ഓഫ് എക്സിന്റെ ഫോർമുല നോക്കുക. ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനകത്ത് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 ബൈ 2, അതായത് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഡി എക്സ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ 2 ഡി എക്സ്. ഇനി ഇന്റഗ്രലിന്റെ ലിമിറ്റ്. ഇവിടെ ഫംഗ്ഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. എന്താണ് ഈ മോഡ് എക്സ് ലെസ് ദാൻ 1? മോഡ് എക്സ് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ തന്നെ രണ്ട് രീതിയിലാണ് പറയുന്നത്. മോഡ് എക്സിന് 2 വാല്യൂസ് വരാം. അതായത് മോഡ് എക്സ് ഒന്നുകിൽ എക്സ് ആയിരിക്കും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും വെൻ എക്സ് ലെസ് ദാൻ 0. ഓക്കെ, അതായത് മോഡ് എക്സിന്റെ വാല്യൂ 2 രീതിയിൽ വരാം. ഒന്നുകിൽ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? മൈനസ് എക്സ് ആയിരിക്കാം. ഇങ്ങനെ 2 രീതിയിൽ മോഡ് എക്സിന്റെ വാല്യൂ വരാം. സോ അതിൽ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഇവിടെയും 2 കണ്ടീഷൻസ് എടുക്കേണ്ടി വരും. അതായത് ഒന്നുകിൽ എക്സ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ മൈനസ് എക്സ് ലെസ് ദാൻ 1 അല്ലെ? ഒന്നുകിൽ എക്സ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ മൈനസ് എക്സ് ലെസ് ദാൻ 1. സോ ഈ മൈനസിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി ചേഞ്ച് ആവുന്നത്, ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും. ഇത് എപ്പോഴാണ്? ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി എന്ത് സംഭവിക്കും? ചേഞ്ച് ആവും. നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? ഇനീക്വാളിറ്റി ചേഞ്ച് ആവും. അങ്ങനെയാണ് മൈനസ് എക്സ് ലെസ് ദാൻ 1 വന്ന ആ സ്ഥാനത്ത് നിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന രീതിയിൽ വന്നത്. ആൾസോ എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആൾസോ പിന്നെന്തുകൂടെ പറയുന്നുണ്ട്? എക്സ് ലെസ് ദാൻ 1 ഇതും പറയുന്നുണ്ട്. അപ്പോ എക്സിന്റെ വാല്യൂ -1 ഗ്രേറ്റർ ആണ്, പക്ഷേ 1 ചെറുതാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് -1 മുതൽ +1 വരെയാണ്. എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് -1 മുതൽ +1 വരെ. ഓക്കെ അല്ലേ? നൗ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/2 വെളിയിലെടുക്കാം. ബാക്കി വരുന്നത് ഇന്റഗ്രൽ -1 to 1 ഈ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഈ എക്സ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ -1 to 1 എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഇവിടെ ഇന്റഗ്രേഷന്റെ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റഗ്രൽ
ഒരു -1 മുതൽ -1 ലിമിറ്റ് മുതൽ പ്ലസ് അതേ ലിമിറ്റ് വരെ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഡയറക്റ്റ് എന്താണ്? 0 ആണ്. ഇതിന്റെ ഇന്റഗ്രൽ എടുക്കുന്ന സമയത്ത് 1/2 ഇൻറ്റു എങ്ങനെയായിരിക്കും വരിക? ഇവിടെ ഈവൻ ഫംഗ്ഷൻ ആണ്. x² എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. സോ 2 ഇന്റഗ്രൽ 0 to 1 x² dx. ഓക്കെ അല്ലേ? അപ്പോ ഈ 2 കട്ടായി പോയി, ബാക്കി അത് പോയി കഴിഞ്ഞു. പിന്നെന്താ വന്നത്? x². ന്റെ ഇന്റഗ്രൽ എന്താണ്? x⁻n ന്റെ ഇന്റഗ്രൽ ഫോർമുല എന്താണ്? x⁻n ന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ആ രീതിയിലാണെങ്കിൽ x² ന്റെ ഇന്റഗ്രല് x³ ലിമിറ്റ് എന്താ വന്നിരിക്കുന്നത്? 0 to 1. x³ ലിമിറ്റ് 0 to 1. അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റ് എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ 1/3, ലോവർ ലിമിറ്റ് എന്താ? 0. സോ ആൻസർ എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? മീനിന്റെ വാല്യൂ, മീൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? E(x). മീനിന്റെ വാല്യൂ എത്ര കിട്ടി? 1/3 എന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? വേരിയൻസ് വേണം. വേരിയൻസ് കിട്ടാനായിട്ട് എനിക്ക് എന്ത് കാര്യങ്ങളും കൂടെ അഡീഷൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്? E(x²). കാരണം വേരിയൻസിന്റെ ഫോർമുല എന്താ? E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. സോ അതിനുവേണ്ടി ആദ്യം എന്ത് കാണുന്നു ഞാൻ? E(x²). സെയിം മെത്തേഡ് തന്നെയാണ്. സോ ഇവിടെ എന്ത് വരും? x² ഇൻറ്റു f(x) എന്ന് വരും. അതാണ് വ്യത്യാസം. ഇന്റഗ്രൽ x² ഇൻറ്റു f(x) dx. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ x² ഇൻറ്റു f(x) എന്താണ്? f(x) എന്ന് പറയുന്നത് x+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? നൗ x+1 ഡിവൈഡഡ് ബൈ 2 dx. ഇവിടെ ഈ ലിമിറ്റ് എന്താണ്? -1 to +1. വീണ്ടും എന്ത് ചെയ്യുക? 1/2 ഔട്ട്സൈഡ് എടുക്കുക. ഇന്റഗ്രൽ -1 to 1 x² ഇൻറ്റു x³ dx പ്ലസ് ഇന്റഗ്രൽ -1 to 1 x² ഇൻറ്റു 1 x² dx. ഓക്കെ ആണല്ലോ? സോ x³ ഏത് ഫംഗ്ഷൻ ആണ്? x³ ഓഡ് ഫംഗ്ഷൻ ആണ്. പവർ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഓഡ് ഫംഗ്ഷൻ ആണ്. x² എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താവും? 0 ആവും. സോ 1/2 ഇൻറ്റു ഇതെന്തായി മാറും? 2 times 0 to 1 x² dx. അപ്പൊ ഇവിടെ ഈ 2 കട്ടായി പോകും. x² ന്റെ ഇന്റഗ്രൽ എന്താണെന്ന് പറഞ്ഞത്? x³ 3. അവിടുത്തെ ലിമിറ്റ് 0 to 1. ആൻസർ എന്ത് കിട്ടും? 1/3. ഇതെന്താണ്? E(x²). ഓക്കെ, ആ രണ്ട് കാര്യവും കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞത്? വേരിയൻസ്. എങ്ങനെയാണ് വേരിയൻസ് കാണുക? വേരിയൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല എന്ന് പറയുന്നത് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈക്വൽ ടു E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. ഓക്കെ, E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. E(x² എത്രയാണ്? 1/3. E(x² 1/3. E(x) എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 1/3. സോ ഇവിടെ എന്ത് വരും? 1/3 മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. രണ്ടിന്റെ ആൻസർ സെയിം അല്ലേ? 1/3 തന്നെയാണ്. സോ അതിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/3 മൈനസ് 1/9. സോ LCM എടുക്കുമ്പോൾ 9 minus 3 6 ഡിവൈഡഡ് ബൈ 27. ദാറ്റ് ഈസ് 2/9 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? വേരിയൻസ്. സോ വേരിയൻസ് എത്രയാണ് കിട്ടിയത്? 2/9. അതുപോലെ മീൻ എത്രയാണ് കിട്ടിയത്? 1/3. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഇത് രണ്ടുമാണ്. ഫൈൻഡ് മീൻ, അതായത് E(x) കണ്ടുപിടിക്കാൻ, ആൾസോ എന്തും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടായിരുന്നു? വേരിയൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ബേസിക്കലി ഇന്റഗ്രേഷന്റെ കുറച്ച് ഫോർമുലാസും കുറച്ച് മെത്തേഡ്സും ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രം മതി നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല കറക്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, അതിന്റെ മീൻ, വേരിയൻസ് പോലെയുള്ള വേരിയബിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, കൂടുതൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ക്ലാസ് കാണുക. താങ്ക് യു.